ഷാജു മുല്ലൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഇരിക്കുന്നത് ഒരു പ്ലാന്റിൻ്റെ അടുത്താണ്. ഇത് കണ്ടോ, ലാങ് ലാങ് എന്ന പ്ലാന്റാണ്. ഏവർക്കും പരിചിതമായിട്ടുള്ള പ്ലാന്റാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുണ്ടോ? ചിലരുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലാങ് ലാങ് എന്ന ഈ പ്ലാന്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കനങ്ക ഒഡോറാറ്റ എന്ന ഈ പ്ലാന്റ് മലയാളത്തിൽ ലാങ്കി ലാങ്കി എന്നറിയപ്പെടുന്നു. നാട്ടുഭാഷയിൽ കാട്ടുചെമ്പകം എന്നും ഇതിന് പേരുണ്ട്. തെലുങ്കിൽ സാമ്പങ്കി എന്നാണ് ഇതിൻ്റെ പേര്. മലയാള ഭാഷയിൽ കെനങ്ക. ഇത് മക്കാസാർ ഓയിൽ പ്ലാന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ചെടിയിലെ പൂക്കൾ മനം മയക്കുന്ന സ്വർഗീയ സുഗന്ധം നൽകുന്ന ലാങ് ലാങ് പൂക്കൾ. അന്യനാടുകളിലെ വരത്തൻ പൂക്കൾ തികച്ചും അന്യമായിരുന്ന ആദ്യകാലം മുതലേ തികച്ചും പരിചിതമാണ് ഈ ലാങ് ലാങ്. വൈൽഡർനെസ് അഥവാ വന്യത എന്നർത്ഥം നൽകുന്ന ഇലാങ്, ILANG എന്ന പദത്തിൽ നിന്നും ഉദ്ഭവിച്ച ഒരു സ്പാനിഷ് വാക്കാണ് ലാങ് ലാങ്. YLANG, ലാങ് ലാങ്. ഇനി ഇതെങ്ങനെ വളർത്തുന്നത് നമുക്ക് നോക്കി നോക്കാം. ലാങ് ലാങ് പ്ലാന്റിൻ്റെ കായകൾ മുളച്ചാണ് പുതിയ ചെടികൾ വളരുന്നത്. ക്ലസ്റ്റേഴ്സായി ഉണ്ടാകുന്ന ഈ കായകൾ പാകമാകുമ്പോൾ ബ്ലാക്ക് കളറാകും. പീജിയൻ ഡവ് വിഭാഗത്തിൽപ്പെട്ട പക്ഷികൾ ഇത് ആഹരിക്കാറുണ്ട്. ഈ പ്ലാന്റ് അധികം തടിയുറപ്പില്ലാത്ത മരമാകുന്നതിനാൽ ശക്തമായ കാറ്റുകളിൽ കമ്പുകൾ പൊട്ടിവിടാറുണ്ട്. അപ്പോൾ കാറ്റിനെ പ്രതിരോധിക്കുന്ന മറ്റ് മരങ്ങളുടെ കവചത്തിൽ ഇത് നടുന്നതായിരിക്കും നല്ലത്. ഓരോ ഇയറിലും സീസൺ അനുസരിച്ച് 3-4 തവണ വളം നൽകേണ്ടതാണ്. ഒരു 20-22 അടി ഉയരത്തിൽ വരുമ്പോൾ ക്രോപ്പ് ചെയ്ത് നിർത്തിയാൽ ധാരാളം പൂക്കളുണ്ടാവും. ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ, ന്യൂഗിനിയ, തായ്ലൻഡ്, വിയറ്റ്നാം, ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കൊമോറോസ്, സോളമൻ ഐലൻഡ്സ്, ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് എന്നിവിടങ്ങളിൽ ഈ ട്രീ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. അതീവ സുഗന്ധമുള്ളവയാണ് ലാങ് ലാങ് പൂക്കളുടെ ഇതളുകൾ. ക്യൂൻ ഓഫ് പെർഫ്യൂംസ് എന്നാണ് ഇതറിയപ്പെടുന്നത് തന്നെ. വളരെ മൂല്യമുള്ള ഈ ലാങ് ലാങ് ഫ്ലവേഴ്സിൻ്റെ എസെൻഷ്യൽ ഓയിൽ നിർമ്മാണത്തിനായി മഡഗാസ്കറിൽ ലാങ് ലാങ് പ്ലാന്റേഷൻസ് ഉണ്ട്. കൊമോറസിൻ്റെ പെർഫ്യൂംസ് കയറ്റുമതിയിൽ ഈ പെർഫ്യൂമിന് നല്ലൊരു പങ്കുമുണ്ട്. ഫിലിപ്പൈൻസിൽ സംബാഗിറ്റ ഫ്ലവേഴ്സിൻ്റെ കൂടെ ലാങ് ലാങ് ഫ്ലവേഴ്സ് കോർത്തിണക്കി നെക്ലേസായി ധരിക്കാറുണ്ടത്രേ. ഈ മാല മതപരമായ പ്രതിമകൾക്കും ചാർത്താറുണ്ട്. ഈ പൂക്കളിൽ അടങ്ങിയിരിക്കുന്ന ഒഡർ അഥവാ ആരോമാറ്റിക് കമ്പോണൻസ് ലിനലൂൾ, ക്രസൈൽ, മെഥൈൽ എഥർ, മെഥൈൽ ബെൻസോണേറ്റ് എന്നിവയാണ്. ഫ്ലവേഴ്സിൻ്റെ സ്റ്റീം ഡിസ്റ്റിലേഷനിലൂടെയാണ് ഇതിൽ നിന്നും പല ഗ്രേഡിലുള്ള ഓയിൽസ് വേർതിരിച്ചെടുക്കുന്നത്. രാത്രികാലങ്ങളിൽ പൂക്കുന്ന ഈ പ്ലാന്റ്സിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ആരോമ തെറാപ്പിയിൽ ഇതിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്കിൻ പ്രോബ്ലംസിൻ്റെ രക്ഷാകവചമായിട്ടുള്ള സെബം സെക്രീഷനെ സാധാരണ രീതിയിൽ നിലനിർത്താൻ ഈ എസെൻഷ്യൽ ഓയിൽ സഹായിക്കുന്നു. ഹൈ ബ്ലഡ് പ്രഷർ കുറച്ചു കൊണ്ടുവന്ന് നോർമലൈസ് ചെയ്യാനായി ഈ ഓയിലിന് കഴിവുണ്ട്. ഈ ലാങ് ലാങ് പ്ലാന്റ് കണ്ടോ, ഇത് ഗ്രാഫ്റ്റ് ചെയ്താണ്. വലിയ മരമായിട്ട് വളരുന്നതാണ്. പക്ഷെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ പ്ലാന്റായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതിൽ ധാരാളം ഉണങ്ങിയ കമ്പുകളുണ്ട്. ഈ ഉണങ്ങിയ കമ്പുകൾ ഓരോന്നും നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി നിർത്തണം. എങ്കിൽ മാത്രമേ ധാരാളം ശിഖരങ്ങൾ വരുള്ളൂ. ആ ശിഖരങ്ങളിൽ നിറയെ മുട്ടുകളും പൂക്കളും ഉണ്ടാവുകയുള്ളൂ. വർഷത്തിൽ 3-4 തവണ ഇങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി നിർത്തണം. ക്രോപ്പ് ചെയ്യുക എന്ന് പറയും. മറ്റുള്ള ചെടികളൊക്കെ ക്രോപ്പ് ചെയ്യുന്ന പോലെ നമ്മൾ ഇതും ക്രോപ്പ് ചെയ്യുക. അതിന് പ്രധാനമായിട്ട് ഇതിൽ ഉണങ്ങി വരുന്ന കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയാന്നാണ്. പൂക്കൾ വിരിഞ്ഞതിന് ശേഷം ആ ബാലൻസ് വരുന്ന ആ കമ്പുകളൊക്കെ സാധാരണ ഉണങ്ങാറുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയുള്ളതാക്കിയിട്ട് നിർത്തുക.
അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ധാരാളം ശിഖരങ്ങൾ വരികയും ചെയ്യും, അതിലും മുട്ടുകളും പൂക്കളും ധാരാളം ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ ഒരു 4 വർഷമായിട്ടുള്ള പ്ലാന്റാണ്. ഗ്രാഫ്റ്റ് ചെയ്യാത്ത പ്ലാന്റ് ആണെങ്കിൽ മരമായിട്ട് വളരും. അപ്പോൾ ഒരു 20 അടി ഉയരത്തിൽ വെച്ച് ക്രോപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും, ധാരാളം പൂക്കൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഈ ചെടിയുടെ കടക്കിലുള്ള കളകൾ നമുക്ക് നീക്കം ചെയ്യണം. ഇത് കണ്ടോ, ഇതിൻ്റെ കടക്കിൽ ധാരാളം കളകളുണ്ട്. ഈ കളകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നീക്കം ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇതിൻ്റെ കിടക്കിൽ കണ്ടോ ധാരാളം ഇല പൊതയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇലയൊക്കെ സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് മണ്ണ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് മണ്ണില്ലെങ്കിൽ കുറച്ച് മണ്ണൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കിടക്കിൽ ഇതാ ഇലകൾ പൊതയിട്ടിട്ടുണ്ടായിരുന്നേ. പുല്ല് മുളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കളകൾ മുളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇലകൾ പൊതയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഇലകളൊക്കെ നമ്മൾ തണ്ടിൻ്റെ ഭാഗത്തേക്ക്, അതായത് കടഭാഗത്തേക്ക് നീക്കി കൊടുത്തിട്ട് നമ്മൾ മണ്ണ് ഒരുവിധം നന്നായിട്ട് തന്നെ ഇളക്കുക. ഇത് കുറച്ച് തറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാനിത് ശരിക്കും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് വേരോട്ടം നന്നായിട്ടുണ്ടാകുന്നതിനായിട്ട് സഹായിക്കും. മാത്രമല്ല കളകൾ അധികം വളരാതിരിക്കാനായിട്ട്, നനവ് നിലനിൽക്കാനായിട്ട് സഹായിക്കും. ഞാനിതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചാണകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്ന, നിങ്ങൾക്ക് ജൈവവളം ഉണ്ടെങ്കിൽ ജൈവവളം ഇടാം. ഇപ്പം നമ്മൾ ആ തണ്ടിൻ്റെ ഭാഗത്തേക്ക് ഈ മണ്ണ് ഇളക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് ചാണകപ്പൊടിയെല്ലാം സൈഡിലാണ് വരിക, ചട്ടിയുടെ അരികിലായിട്ടാണ് വരിക. മണ്ണ് ഇനി അഡീഷണലായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മണ്ണ് കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് സൂഡോമോണാസ് മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഇടുന്നത്. നിങ്ങൾക്ക് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിടാം. എന്നിട്ട് ആ മണ്ണിട്ട ഭാഗത്തേക്ക് ഇങ്ങനെ ഇലകളെ വീണ്ടും അതിൻ്റെ മീതെ പൊതയായിട്ട് നിരത്താം. എന്നിട്ട് മറുഭാഗത്തെ മണ്ണ് വീണ്ടും ഇളക്കി കൊടുക്കുക. മറുഭാഗത്തെ മണ്ണ് നമ്മൾ ഇളക്കുക. അവിടെയും ഇതുപോലെ ആവശ്യത്തിന് ഇങ്ങനെ ഇളക്കുക. ഇനി ഇളക്കിയിട്ട് അവിടെയും നമുക്ക് വേണമെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെയും അല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടിയൊക്കെ മണ്ണ് ഇട്ട് കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഞാൻ ചാണകപ്പൊടി ഇടുകയാണ്. കമ്പോസ്റ്റ് ഉള്ളവർക്ക് ഞാൻ പറഞ്ഞില്ലേ കമ്പോസ്റ്റ് ഇടാം, അല്ല ചാണകപ്പൊടി മാത്രമുള്ളവർക്ക് ചാണകപ്പൊടി ഇടാം. ഏതാ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യുക. അതിൻ്റെ മീതെ കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കുന്നു. ഇത് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് തന്നെയാണ് കേട്ടോ, മേൽമണ്ണായാലും മതി. ഇങ്ങനത്തെ ഈ സുഡോമോണാസ് മിക്സ് ചെയ്തിട്ട് മണ്ണൊന്നും വേണമെന്നില്ല. ഞാനതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കൊണ്ട് അത് ഇട്ടുന്നേ ഉള്ളൂ. അവിടേക്കും കുറച്ച് ഇലകളെ നീക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരുവിധം നല്ല ജൈവവളം ഇതിനായിട്ടുണ്ട്. അതുപോലെ മണ്ണുകളൊക്കെ ഒരുവിധം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നാളത്തേക്ക് ഇതിൽ ഒന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. ഒരു 3-4 മാസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടിയും ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ചെടിയിൽ ധാരാളം പൂക്കളുണ്ടാവും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ ഇത് മരങ്ങളായിട്ടാണ് തൊടികളിൽ വളർന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ മരങ്ങളായിട്ടല്ല, ഇതുപോലെ ചട്ടികളിലാണ് നമ്മൾ കൂടുതലായിട്ട് വളർത്തുന്നത്. മരങ്ങളായിട്ട് വളർത്താനുള്ള സ്ഥലപരിമിതികളിലൊക്കെ മിക്ക സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ സ്ഥലപരിമിതി ഉള്ളിടത്തെല്ലാം ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് നിർത്തി, ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് നിർത്തുന്നതൊക്കെ ആയിരിക്കും നല്ലത്. അല്ല, ഇത് നമ്മുടെ ലാങ് ഫ്ലവേഴ്സാണ്. ഇതുണ്ടോ, ഇതിൽ പഴുപ്പായി തുടങ്ങിയിട്ടുള്ള പൂക്കളുണ്ട്, പാകമായിട്ടുള്ള പൂക്കളുണ്ട്. അത് അതാ യെല്ലോ നിറമായിട്ട് വരുന്നു. ഇത് പാകമാകാത്ത പൂക്കളാണ് ഗ്രീൻ. രണ്ടിനും വേറെ തരത്തിലുള്ള സെൻറ്റാണുള്ളത്. ഇതിൻ്റെ ഓർഡർ വ്യത്യാസമുണ്ട്, രണ്ടിൻ്റെയും ഓർഡർ തമ്മിൽ വ്യത്യാസമുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാണ് ഇത് കാണാനെന്നുള്ളത്. കണ്ടോ, ഇത് കണ്ടോ 6 പെറ്റൽസ് ആണ് ഇതിലുള്ളത്. ഞാൻ പറഞ്ഞു 6 പെറ്റൽസ് ആണ് ഇതിലുള്ളത്. നോക്കിയിരിക്കുന്നു, ഇത്രയും ഭംഗിയുള്ള പൂക്കൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് തന്നെ അത്ഭുതമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.